എല്ലാവർക്കും നമസ്കാരം. എലമെന്റ്സ് കളിക്കാൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു മേഖലയിൽ, അതായത് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ്. അതായത് തുടക്കകാലത്ത് ഒരുപാട് വളരെ ജെനുവിൻ ആയിട്ടുള്ള കമ്പനികൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെ കിടപിടിച്ചുകൊണ്ട് ഒരുപാട് സ്കാമുകളും നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി കമ്പനികളിലൂടെ നമ്മളെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം പവർഫുള്ളായിട്ട് പ്രവർത്തിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ കൃത്യമായിട്ട് ആളുകൾക്ക് വരുമാനം നൽകിക്കൊണ്ട് വേറെ സ്കാമുകളോ അതുപോലെ തന്നെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ അത്ര സ്കീമുകളോ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന വളരെ ജെന്യുവനായിട്ടുള്ള കമ്പനികളെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവരണമെന്ന് പല കാലങ്ങളായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CIT പോലുള്ള യൂണിയനുകളും CIT പോലുള്ള മറ്റ് യൂണിയനുകളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ഒരു സപ്പോർട്ടിലൂടെ, അതായത് റിക്വസ്റ്റിലൂടെ ഗവൺമെൻറ് തന്നെ തീരുമാനിക്കുകയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയ്ക്ക് ഒരു നിയമം കൊണ്ടുവരണം, ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഈ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖ പ്രകാശനവും അതുപോലെ തന്നെ വെബ് പോർട്ടൽ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായുള്ള നിയമ ഭേദഗതിയോട് കൂടെ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാ കമ്പനികൾക്കും വളരെയധികം സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കുന്നതായിരിക്കും നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സാധിക്കുകയാണെങ്കിൽ, നൂതന വാണിജ്യ സമ്പ്രദായങ്ങളും ഓൺലൈൻ വ്യാപാരവും അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനുള്ള മോണിറ്ററിംഗ് മെക്കാനിസവും ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റികളുടെ എൻറോൾമെൻറ്റിനായി ഓൺലൈൻ പോർട്ടലും കേരള സർക്കാർ ആരംഭിക്കുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021 അനുസരിച്ച് ഘടനാപരമായിട്ടുള്ള നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതായത് നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഒരു മോണിറ്ററിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വയം തൊഴിൽ, സംരംഭകത്വം, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളെ പരിചയപ്പെടുത്തുന്നതിന് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നേരിട്ടുള്ള വിപണന സ്ഥാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ മേഖലയിൽ നിരീക്ഷണം ഫലപ്രദമാക്കുന്നതിനും നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നേരിട്ടുള്ള വിൽപ്പന മേഖലയിൽ ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും പുതുക്കിയ മോണിറ്ററിംഗ് സംവിധാനം ലക്ഷ്യമിടുന്നു. അതായത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ മേഖല നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നതോട് കൂടിയിട്ട് ഓൾറെഡി കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. ഈ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഉൽപ്പന്നം വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങളോട് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യുന്നതിലൂടെ അതിന് ലാഭം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായ കച്ചവടം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ, പ്രത്യേകിച്ച് മൈ ലൈഫ് സ്റ്റൈൽ പോലുള്ള കമ്പനികളിലും നമുക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നേടുന്നതിന് വേണ്ടി, കൂടുതൽ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്ത് അവരിലൂടെ കച്ചവടം കണ്ടെത്തിയിട്ട് അങ്ങനെ നമുക്കും വരുമാനം കിട്ടുക എന്നുള്ളൊരു സിസ്റ്റം കൂടെ നിലവിൽ വരുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇത്രയും കാലം ഒരു സ്കാമായിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകളെ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളൊരു മെക്കാനിസമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഇന്ന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ പോലുള്ള കമ്പനികൾ ഇല്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇൻവിറ്റേഷനിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ
ഡയറക്ട് സെല്ലിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന മാർഗരേഖയുടെ പ്രകാശനം, ഓൺലൈൻ എൻറോൾമെൻറ്റിനായി വികസിപ്പിച്ച പോർട്ടലിൻ്റെ ഉദ്ഘാടനം, അതായത് ഉപഭോക്താക്കൾക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയെ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്ന വീഡിയോയുടെ പ്രകാശനം എന്നിവ 2025 ഫെബ്രുവരി 19 വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. വിശിഷ്ട വ്യക്തികൾ, ഈ രംഗത്തെ തൊഴിൽദാതാക്കൾ, തൊഴിലെടുക്കുന്നവർ, തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുന്ന പ്രശസ്ത പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ് തലത്തിലേക്ക് എത്രത്തോളം മാറ്റം കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുതാര്യവും ഉപഭോക്തൃ കേന്ദ്രീകൃതമായ ഡയറക്ട് സെല്ലിംഗ് ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വഴിയൊരുക്കുന്ന പ്രസ്തുത ചടങ്ങിലേക്ക് താങ്കളുടെ മഹനീയമായ സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു. അതായത് ഇതൊരു പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, അതായത് നമ്മുടെ പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇത് ഈ മാസം 19-ാം തീയതി സെൻട്രൽ സ്റ്റേഡിയം ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയെ ഒരു എന്താ പറയുക, ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നൊരു പ്രോഗ്രാം ആയിരിക്കണം എന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി വരാൻ പോകുന്ന എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഈ പറയുന്ന മാർഗരേഖയുടെ നേതൃത്വത്തിൽ അവയുടെ കൃത്യമായിട്ടുള്ള മാർഗരേഖ പാലിച്ചുകൊണ്ട് എൻറോൾമെൻറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം, ആശ്വസിക്കാം. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരുകയാണ്. പ്രത്യേകിച്ച് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തുകൊണ്ടാണ് ആ ഒരു കമ്പനി എടുത്ത് പറയുന്നത് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇത്രയും കാലം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നം ഈ പറയുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 2 ബ്രാൻഡുകൾ, എലമെൻറ്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ പറയുന്ന ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ പറയുന്ന എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിൽ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് ഏകദേശം 3-4 തവണ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് പ്രീമിയം അംഗീകരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിലൂടെ സെയിൽ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ വളരെ സാധാരണക്കാരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത് കച്ചവടം ചെയ്യുന്നതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വേറെ രജിസ്ട്രേഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ പോലും വെറുതെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. ആ രീതിയിലാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവരാൻ പോകുന്ന എല്ലാ ചട്ടക്കൂടുകളും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ ഒരു കമ്പനി കേരളത്തിൽ നിലവിലുണ്ട്. 2014 എൻ്റെ ഓർമ്മയിൽ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കമ്പനി ഇത്രയും കാലം എല്ലാ മോണിറ്ററിംഗ് മെക്കാനിസവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇനി ഈ ഒരു മേഖലയിൽ സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.